കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 80ാമത് വീടിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി സൽക്കാര സൽക്കർമ്മം രാമപുരത്ത് സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. ഫെബ്രുവരി 9-നാണ് ചടങ്ങ് നടക്കുന്നത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 80ാമത് വീടിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി സത്കാര സൽക്കർമ്മം ഫെബ്രുവരി 9-ന് രാമപുരത്ത് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. രാമപുരത്ത് അമ്പലത്തിന്റെ കിഴക്കുവശം ആരൂർ കിഴക്കതിൽ അനിൽ, ആ ചെറുപ്പക്കാരനെ ആ പ്രദേശത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനിൽ ആരൂർ കിഴക്കതിൽ അദ്ദേഹം പെട്ടെന്നുള്ള ഒരു രോഗത്തെ മരിച്ചുപോയി. കുറേ വർഷങ്ങളായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും വളരെ ബുദ്ധിമുട്ട്. ഭാര്യ എന്ന് പറയുന്ന മഞ്ജു വളരെ രോഗാവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ നടക്കുവാൻ പ്രയാസം. ചെറിയ ജോലികളൊക്കെ വീട്ടിൽ പോയാണ് ആ കുടുംബം 10ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവരുടെ വീട് വളരെ മേൽക്കൂരയൊക്കെ തകർന്ന് ഈ ഭിത്തിയിലൊക്കെ തൊട്ടാൽ ചില സമയങ്ങളിൽ സ്വിച്ചിട്ടാൽ കറണ്ട് അടിക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു. ആ വീട് ഒന്ന് പണിയുവാനുള്ള വലിയൊരു ആഗ്രഹത്തിൽ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 80ാമത്തെ വീടാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള നല്ല പ്രവർത്തകരെയും ഒക്കെ കൂട്ടി അതിൻ്റെ വീട് പണി ആരംഭിച്ചു. എന്നാൽ ആ വീട് പണി പൂർത്തീകരിക്കുവാനും അവർക്ക് തുടർന്ന് ജീവിക്കുവാൻ കുറച്ച് ഫണ്ട് ഉണ്ടാക്കുവാനുമായി, കുറച്ച് പൈസ ഉണ്ടാക്കി ബാങ്കിലിടുവാനായി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഈ നാളുകളൊക്കെ ചെയ്യുന്ന ഒരു സൽക്കാരം. നമ്മൾ വീട് പണിത് പരവാസ്തോലി വീടിൻ്റെ പാലുകാഴ്ച നടത്തുമ്പോൾ വലിയ സൽക്കാരം നടത്തും. ഇവർക്ക് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് വലിയ സൽക്കാരം നടത്തുവാനുള്ള പ്രാപ്തിയും ഒന്നുമുള്ള കുടുംബമല്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതിനിധീകരിച്ച് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഞങ്ങൾ ഈ 9-ാം തീയതി ഞായറാഴ്ച ആ വീടിന് സമീപം ഡോക്ടർ സുമാരൻ ഡോക്ടറെ തൊട്ട് കിഴക്ക് വശം ഉള്ള ഒരു പറമ്പിൽ പന്തലൊക്കെ ഇട്ട് രാവിലെ 10 മണി മുതൽ നല്ല അവര് വിളയിച്ചതും പഴവും മിച്ചറും ബിസ്ക്കറ്റും, ഉച്ചയ്ക്ക് നല്ല ഫ്രൈഡ് റൈസും ചിക്കനും, 3 മണി മുതൽ ലൈവായിട്ട് പാലപ്പവും മുട്ടക്കറിയും. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യമല്ല, മറിച്ച് ഇങ്ങനൊരു സൽക്കാരം. ഈ സൽക്കാരം ഈ മഞ്ജുവിൻ്റെയും 2 കുഞ്ഞുങ്ങളെയും സഹായിക്കുവാനാണ്. നാം നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ വളരെ ഭംഗിയായും വൃത്തിയായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതിന് പറ്റാത്ത സാഹചര്യമുള്ള മാതാപിതാക്കൾ ഈ മാതാവിനെ ഒന്ന് കൈത്താങ്ങാകുവാൻ, ഒരു കരുതലാകുവാൻ നമുക്ക് 9-ാം തീയതി നടക്കുന്ന സൽക്കാരത്തിൽ ഒന്നിക്കാം. നിങ്ങളെല്ലാവരും, കുറേ അധികം ആൾക്കാർ ഞങ്ങൾ ക്ഷണിച്ചു. എന്നാൽ കേൾക്കുന്നവർ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് ഈ സൽക്കാരത്തിൽ വന്ന് പങ്കെടുത്ത് ഇതൊരു സൽക്കാരമായി മാറ്റുവാൻ നിങ്ങളെല്ലാം ഒരു കൂട്ടായ്മ ഇതിലുണ്ടാവണം. നന്ദി, നമസ്കാരം. രാമപുരം ദേവീക്ഷേത്രത്തിന് കിഴക്കുവശം ആരൂർ കിഴക്കതിൽ അനിൽകുമാറിന്റെ കുടുംബത്തിനെ സഹായിക്കാനാണ് സത്കാര സൽക്കർമ്മം സംഘടിപ്പിക്കുന്നത്. അനിലിന്റെ പെട്ടെന്നുണ്ടായ നിര്യാണത്തെ തുടർന്ന് രോഗിയായ ഭാര്യ മഞ്ജുവും 10-ലും 6-ലും പഠിക്കുന്ന 2 കുട്ടികളും ദുരിതത്തിലായിരുന്നു. ഇവരുടെ വീട് നാശോന്മുഖമായതിനെ തുടർന്ന് ഇവിടെ കഴിയുന്നതിനും പ്രയാസമായ സാഹചര്യത്തിലാണ് ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി സത്കാരം നടത്തുന്നത്. CDNet ന്യൂസ്, രാമപുരം.